എന്നെ അവൾക്കറിയില്ലല്ലോ. ഇനിയുള്ള ജന്മങ്ങളും വരും ജന്മങ്ങളും രുദ്രൻ്റെ മാത്രം വൈദേഹിയാണ് എന്ന്. രുദ്രൻ്റെ മാത്രം കുറുമ്പി പെണ്ണാണ് ഈ വൈദേഹി പെണ്ണെന്ന്. എം.ആർ. രുദ്രൻ, നമ്മൾ ഇത് എവിടേക്കാണ് പോകുന്നത്? നിന്റെ കുഞ്ഞമ്മൻ്റെ വീട്ടിൽ. ഓഹോ, എൻ്റെ കുഞ്ഞമ്മൻ്റെ വീട്ടിലൊക്കെ കൃത്യമായിട്ട് അറിയാലോ അല്ലേ? മിണ്ടാതിരിക്കടി പുല്ലേ. കുറേ നേരായി. നിനക്ക് എൻ്റെ കൂടെ വരാൻ ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ. അതും പറഞ്ഞ് അവൻ വണ്ടി നിർത്തി. എൻ്റെ പൊന്നോ, ഇയാൾ എന്ത് മനുഷ്യനാണ്? ഞാൻ ഒരു തമാശ പറഞ്ഞതാ. കൂടെ വരാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വരുമോ? മനുഷ്യ, മര്യാദയ്ക്ക് വണ്ടി എടുത്തോ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. അവൾ പറഞ്ഞതും അവന് ചിരി വന്നു. എന്നാൽ അവന് അത് വിദഗ്ധമായി മറച്ചു. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? ഇല്ലെങ്കിൽ ഞാൻ നിന്നെ. അതും പറഞ്ഞ് അവൾ അവനെ പിന്നിൽ നിന്ന് മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിളിൽ ഉമ്മ കൊടുത്തു. ഡി, എന്താണ് ഈ കാണിക്കുന്നത്? ദേ, എല്ലാവരും നോക്കുന്നു. നോക്കട്ടെ, എൻ്റെ ചെക്കനെയല്ലേ ഞാൻ ഉമ്മ വെച്ചേ? അതിന് അവർക്കെന്താ? അതും പറഞ്ഞ് അവൾ നിർത്താതെ ഉമ്മ വെച്ചു. ഡി, നിർത്ത്, ഞാൻ വണ്ടിയെടുക്കുക കോപ്പ്. അതും പറഞ്ഞ് അവൻ വണ്ടിയെടുത്തു. അവൾ ഒരു ചിരിയോടെ അവൻ്റെ പുറത്ത് തലവെച്ചു. ഇന്ന് ക്ലാസ് ഇല്ലാത്തോണ്ട് ഇയാൾ എന്നെ എവിടെയോ കൊണ്ടുപോവുക. അത് ചോദിച്ചതിനാണ് ഇപ്പോൾ ഒരു കുഞ്ഞടി ഉണ്ടായത്. വണ്ടി ഇന്നത് ഒരു വലിയ വീട്ടിലാണ്. ഒരുപാട് പൂക്കളുണ്ട്. ഇത് എവിടെയാ രുദ്രേട്ടാ? അതൊക്കെയുണ്ട്, നീ വാ. അതും പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് പോയി. മക്കൾ വന്നോ? വൈച്ചുമോളെ അറിയോ? ഞങ്ങളെ അകത്തേക്ക് കയറിയതും ഒരു മധ്യവയസ്സൻ ഞങ്ങളെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു. ആളെ മനസ്സിലായില്ലെങ്കിലും ഞാൻ ചിരിച്ചു. രുദ്രേട്ടാ, ഇത് ആരാ? ഞാൻ രുദ്രന് കേൾക്കാൻ പാകം ചോദിച്ചു. മിണ്ടാതെ വാടി. പപ്പ. അവൻ എവിടെ? പപ്പയോ? ഇത് എന്താ സംഭവം? ഡാ, അതും വിളിച്ച് രുദ്രേട്ടൻ മുകളിലേക്ക് പോയി. മോൾക്ക് മനസ്സിലായോ ഞങ്ങളെ? അവൾ ഇളിച്ചുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. ജോണിൻ്റെ പപ്പയാ എന്നും പറഞ്ഞതും അവൾ ചിരിയോടെ അവരെ നോക്കി, അത്രയേറെ ആകാംക്ഷയോടെയും. ഇച്ചായൻ്റെ പപ്പ. അപ്പോൾ അമ്മച്ചി എവിടെ? അവൾ ഇപ്പോൾ വരും. പള്ളിയിൽ പോയതാ. ആഹാ, കുറേയായി കാർത്തി പറയുന്നു മോളെ കൊണ്ടുവരുമെന്ന്. എന്നിട്ട് ഇപ്പോഴേലും വന്നല്ലോ. ഞാനും കുറേയായി പറയാ പപ്പേ. അച്ചു വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് നിങ്ങളെയൊക്കെ കാണാൻ. എന്തു പറയുന്നു? ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ഒക്കെ കണക്കാ മോളെ. പിന്നെ കാർത്തി ഇടക്ക് വന്ന് എല്ലാം ക്ലിയർ ചെയ്ത് അങ്ങ് പോവും. പിന്നെ ഞാൻ തേങ്ങൻ്റെ അടയ്ക്കൻ്റെയും കണക്കും നോക്കി നടപ്പാ. ആഹാ, ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടല്ലോ. പൂക്കൾ കാണുമ്പോൾ തന്നെ തണൽ. മോൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. പിന്നെ ഇഷ്ടാവാതിരിക്കുമോ പപ്പേ? ഇച്ചായൻ്റെ പപ്പയെ കണ്ടപ്പോൾ പപ്പയെ ഓർമ്മ വരുവാ. ശരിക്കും എൻ്റെ പപ്പയെപ്പോലെ തന്നെ ചിരിയും സംസാരവുമൊക്കെ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൂട്ടായി. ജോണിൻ്റെ വീട്ടിലേക്ക് വരുന്ന കാര്യം പറയാതെയാ കൊണ്ടുവന്നേ. അവൾ കുറേയായി പറയുന്നു ഇവിടെ വരണമെന്ന്. പിന്നെ ഞാനും ഇങ്ങോട്ട് കൂട്ടി. പപ്പയും അവളും സംസാരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ജോണിൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ദേ, അവൻ ഭയങ്കര ഉറക്കം. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് കരുതി അവൻ്റെ നടുപുറം നോക്കി കൊടുത്തു നല്ലത്. അയ്യോ, നാട്ടുകാരെ ഓടിവരണേ, കടക്ക് തീ പിടിച്ചോ, നാട്ടുകാരെ ഓടിവരണേ. അവൻ എന്തൊക്കെയോ അലറി വിളിക്കുന്നുണ്ട്. ഇവൻ അവളേക്കാൾ കഷ്ടാണല്ലോ എന്ന് ചിന്തിച്ചു ഞാൻ. ഡാ തെണ്ടി, ഞാനാ. അതും പറഞ്ഞ് അവനെ തിരിച്ചു നിർത്തി. നീയോ? നീ എന്താ ഇവിടെ? അതും ഈ വെളുപ്പാങ്കാലത്ത് തന്നെ? കോപ്പൻ്റെ ചോദ്യം കേട്ടോ. വെളുപ്പാങ്കാലം പോലും, നേരം ഉച്ചയായടാ. ഉച്ചയോ? കർത്താവേ, അമ്മച്ചിൻ്റെ ഒപ്പം പള്ളിയിൽ പോവാമെന്ന് പറഞ്ഞതാണല്ലേ. ഈശോ, മറന്നു കോപ്പ്. അവൻ തലയ്ക്ക് കൈവച്ച് പിറുപിറുക്കി. എന്താടാ? നീ എപ്പോൾ വന്നു? അപ്പനില്ലേ താഴെ? ഓ ഉണ്ട്, ഞങ്ങൾ കുറച്ച് നേരമായി വന്നിട്ട്. ഞങ്ങളോ? ആരാ ഈ തങ്ങൾ? കാവ്യയുണ്ടോ കൂടെ? പിന്നെ ആരാ? എൻ്റെ പെണ്ണ്. ആരാ? വൈച്ചുവോ? അല്ലാതെ എനിക്ക് ഏതാടാ പെണ്ണ്? അത് ശരിയാലേ, ഞാൻ മറന്നു. അല്ല, എന്നിട്ടെവിടെ? താഴെ പപ്പൻ്റെ അടുത്ത്.
എന്നാ വാ അവിടെ പോവാം. അതും പറഞ്ഞ് ഞങ്ങൾ താഴെ ചെല്ലുമ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. ഇത് എവിടെ പോയി? അത് ശരിയാ അല്ലോ, പുറത്തേക്ക് ഇറങ്ങിയുണ്ടാവും. ചിലപ്പോൾ ജോൺ പറഞ്ഞതുപോലെ തന്നെ അവർ പുറത്തുണ്ടായിരുന്നു. കൂടെ മമ്മിയും വന്നിട്ട് അവൾ കണ്ട് ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി. തലയിൽ ഒരു വല്ല തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഷർട്ടിൻ്റെ കൈ കയറ്റി വെച്ചിട്ടുണ്ട്. കയ്യിൽ കള്ളിൻ്റെ കുടവുമുണ്ട്. എൻ്റെ പൊന്നോ, ഈ പെണ്ണിത് എന്തിനുള്ള പുറപ്പാടാ? ഞാൻ അറിയാതെ തലയിൽ കൈവച്ചു. അപ്പോൾ വൈച്ചൂസെ അവളും കണ്ടതും പൊന്നാങ്ങളയുടെ സ്നേഹം ഇച്ചായ, അതും പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ചു. കാർത്തി, എന്നേലും കഴിച്ചോടാ ചെറുക്ക? ഇല്ല മമ്മി, മമ്മി ഇപ്പോൾ വന്നേ ഉള്ളൂ. കുറച്ചായിടാ. ഇവനോട് ഇന്നലെ പറഞ്ഞതാ എൻ്റെ കൂടെ പള്ളിയിൽ വരാൻ. ഈ ചെകുത്താൻ വന്നില്ല. ജോണിനെ പറയുന്നത് കേട്ടതും അവൾ നിന്നു ചിരിച്ചു. അവിടെനിന്നും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. സ്വന്തം വീട്ടിൽ പോയ പോലെയായിരുന്നു അവൾ. അവൾക്കും അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങളുടെ പ്രണയം പൂവണിഞ്ഞ ഇടത്തേക്ക്, ബീച്ചിലേക്ക്. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം. ഞങ്ങൾ ഈ മണൽ തരിയിലിരുന്നു. രുദ്രേട്ടാ, ഞാൻ വിളിച്ചു. ഒന്നും മിണ്ടിയില്ല. രുദ്രേട്ടാ, എന്താടി? കുന്തം ഇവിടെ വെച്ചല്ലേ മനുഷ്യ നിങ്ങൾ എൻ്റെ തലയിലായത്? ഹോ, നിൻ്റെ തലയിലാവോ? നീ എൻ്റെ തലയിലാവുക ചെയ്തത്. മര്യാദയ്ക്ക് ആ കാവ്യനെ കെട്ടി സുഖമായി കഴിഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ അവളെ ചൊടിപ്പിക്കാൻ പറഞ്ഞു. രുദ്രേട്ടൻ തമാശക്ക് പറഞ്ഞതാണെങ്കിലും എനിക്ക് വിഷമമായി. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് എന്തോ കണ്ണൊക്കെ നിറഞ്ഞു. ഇത് എന്തു പറ്റി? കുരിപ്പേ, എന്താടി? എന്താ പറ്റിയേ? ഒന്നുമില്ല, പോവാം. അതും പറഞ്ഞ് അവൾ എണീറ്റു. കാര്യം പറയടി കോപ്പേ. പിന്നാലെ ഞാനും. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ കാവ്യ മിസ്സിനെ തന്നെ കെട്ടിക്കോ, അവൾ ഏങ്ങിക്കൊണ്ട് പറഞ്ഞു. ഈ കുരിസ് കുരിപ്പേ പാറു. രുദ്രൻ ഈ ലോകത്ത് നിന്നെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. അല്ലാതെ കാവ്യനെ എനിക്കിഷ്ടമായിരുന്നെങ്കിൽ അവൾ എൻ്റെ ഭാര്യയായിരുന്നു. എന്നാലും അങ്ങനെ പറഞ്ഞപ്പോൾ വിഷമം വന്നു. അതാ. ഇതിനൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? അതും പറഞ്ഞ് ഞാൻ അവളെ എൻ്റെ നെഞ്ചിലേക്ക് ചാച്ചു. ആകെ അടക്കാക്കുരുവി അത്രയേ ഉള്ളൂ. അതൊക്കെയാ ആലോചിച്ച് കൂട്ടുന്ന എൻ്റെ തമ്പുരാനെ. ഈശ്വര, പ്രണയിക്കാൻ തോന്നിയപ്പോൾ ഈ ഭംഗി നോക്കാതെ തലക്കകത്തു എന്തേലും ഉള്ളതിനെ തിരയായിരുന്നല്ലോ തമ്പുരാനെ. തന്നെ, അതും വിളിച്ച് അവൾ ഒരു ഇടി തന്നു. ഓഹോ, ഇതിൻ്റെ കൈ ഇത്രയ്ക്കും സ്ട്രോങ് ആണോ? പോവണ്ടേ? സമയം 6 കഴിഞ്ഞു. രുദ്രേട്ടാ, ഐസ്ക്രീം. വാ, നമുക്ക് വാങ്ങാം, വാ. അവൾ എന്നെ വലിച്ചു കൊണ്ടുപോയി. എന്താന്ന് വെച്ച് പറഞ്ഞോ? 2 ബ്ലാക്ക് കറൻ. അതും വാങ്ങി പൈസ കൊടുത്തു. ഞങ്ങൾ നടന്നു. രുദ്രേട്ടാ, ഇതുപോലെ എന്നാ എന്നെ വീട്ടിൽ കൊണ്ടുപോവുക? എന്നെ കൊണ്ടുപോവണ്ടേ? എന്നെ കൊണ്ടുപോവോ? പിന്നെന്താ, എന്ന് പോണോ? കളിയാക്കണ്ട. കളിയാക്കിയതല്ലടി പൊട്ടി. നിനക്ക് എന്ന് എൻ്റെ വീട്ടിൽ പോണം അന്ന് പറയുന്നോ, അന്ന് ഞാൻ കൊണ്ടുപോവും. സത്യം? ആടി പെണ്ണേ. അവളോടൊപ്പമുള്ള ഓരോ നിമിഷം ഞാൻ ആസ്വദിച്ചു. പോവാം. 7 മണി ആയപ്പോഴാണ് അവളുടെ ആ ചോദ്യം. ഇനി നിനക്ക് പോണോ? ആയോ? 7 മണി ആയോ? അത് സാരില്ല. അവൾ ഒരു ചിരിയോടെ അങ്ങനെ പറഞ്ഞു. എന്ന് അവൾക്ക് എന്തോ പ്രത്യേക ഉള്ള പോലെ. എന്നാ വാ. അതും പറഞ്ഞ് ഞാൻ വണ്ടിയെടുത്തതും അവൾ എൻ്റെ കയ്യിൽ നിന്നും കീ വാങ്ങി. ഞാൻ എന്താന്ന് അർത്ഥത്തിൽ നോക്കിയതും അവൾ കവർ എൻ്റെ നേരെ നീട്ടി. ഞാൻ സംശയത്തോടെ അവളെയും അതിലെ കുപ്പിയെയും നോക്കി. അവൾ എന്നെ നോക്കി ചിരിച്ചിട്ട് ആ കുപ്പിയിലുള്ള കള്ള് വായിലേക്ക് ഒഴിച്ചു. ആ കുപ്പിയുടെ പകുതിയോളം അവൾ വായിൽ കമിഴ്ത്തി. ഞാൻ അറിയാതെ തലയിൽ കൈവച്ചു. ഈ പെണ്ണ് ഇന്ന് എനിക്ക് പണി ഉണ്ടാക്കും. ഹരേ വാ. എന്നാ ടേസ്റ്റാ? രുദ്രേട്ടന് വേണോ? അവൾ എന്നെ നോക്കി ചോദിച്ചു. അയ്യോ വേണ്ട, മക്കൾ കുടിച്ചോ. ഫുൾ ബോധം പോവുന്നു. മുന്നേ ജോണിൻ്റെ വീട്ടിൽ തന്നെ പോവാമെന്ന് കരുതി. എന്നാ
ആ പിശാച് ഒരു നിലക്കും വണ്ടിയിൽ കയറുന്നില്ല. ഞാൻ വരുന്നില്ല. രുദ്രേട്ടൻ ഇരിക്ക്. ദേ ഇവിടെ, അല്ല ഇവിടെ. വാ, ഇങ്ങു വാ, അവൾ കുയഞ്ഞതുകൊണ്ട് പറഞ്ഞു. അവളുടെ തലയ്ക്ക് പിടിച്ചു തുടങ്ങിയിരുന്നു. പറ, എനിക്ക് എന്താ ഇഷ്ടമെന്നറിയോ മനുഷ്യ? നിങ്ങളുടെ കണ്ണ് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു മിസൈൽ പോവും. അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് പറഞ്ഞു. എന്തോന്ന്? നിങ്ങളുടെ കണ്ണിന് എന്തോ ശക്തിയുണ്ട്. എന്നെ വിട്ടു പോവല്ലേ. ഞാൻ പാവല്ലേ. പോവാ എന്നെ വിട്ട്. അവൾ എന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. എന്തുകൊണ്ട് എൻ്റെ ചൊടിയിൽ ചിരി വന്നു. എനിക്ക് ഇന്ന് ഇങ്ങനെ വേണം. എൻ്റെ കൂടെയല്ല എന്ന നമ്മുടെ കല്യാണം. എൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അവൾ ചോദിച്ചു. കല്യാണത്തിന് ഒരുപാട് സമയമില്ലേ? ആണോ? പിന്നെ നമുക്ക് ഓടിപ്പോയാലോ? എന്ന് കെട്ടാം ഇപ്പോൾ. വാ പോവാം. ഇന്ന് പറ്റില്ല. അത് എന്താ? എന്നെ ഇഷ്ടമല്ലേ? അല്ലല്ലേ? അവൾ ചോദിച്ചതും എൻ്റെ ഉള്ളു പിടഞ്ഞു. പെട്ടെന്ന് തന്നെ എന്നോട് ചേർത്ത് പിടിച്ച് ഞാൻ ഒരിക്കലും ഒരു വിധിക്കും കൊടുക്കില്ല എന്ന പോലെ. വൈദു പെണ്ണേ. അവൾ എന്തൊക്കെയോ പറഞ്ഞു കരയാൻ തുടങ്ങി. ഡി, എന്തിനാ കരയുന്നേ? ഞാൻ ഒന്നുകൂടെ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. രുദ്രേട്ടന് എന്നെ ഇഷ്ടമല്ലല്ലോ. എനിക്ക് നിന്നെ ഇഷ്ടാ. നിനക്ക് അറിയില്ലേ വൈദു? അവൾ കണ്ണുയൊക്കെ തിരുമ്മി വീണ്ടും ഉറക്കെ കരച്ചിൽ തുടങ്ങി. ഒന്ന് പതുക്കെ, ആരേലും ഓടി വരും. ഞാൻ അവളുടെ വായ പൊത്തിക്കൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ കണ്ണിൽ തന്നെ നോക്കി. അവൻ്റെ ചുറ്റും നോക്കി. അവളെ നോക്കുമ്പോൾ എല്ലാം മറന്ന് അവനെ തന്നെ നോക്കിയിരിക്കുന്ന വൈജുവിനെയാണ് കണ്ടത്. പെട്ടെന്ന് തന്നെ നാൾ കൈകൾ എടുത്തു. അവളുടെ മെയ്കൾ വല്ലാതെ തിളക്കമുണ്ടായിരുന്നു. ആ നോട്ടത്തിൽ പ്രണയത്തിൻ്റെ സഗരം നിറയും പോലെ. ആ നോട്ടത്തിൽ എല്ലാം മറന്നു പോയിരുന്നു അവൻ. ആ കൈകൾ അവളുടെ കഴുത്തിലേക്ക് സഞ്ചരിച്ചു. കഴുത്തിൽ കൈയുടെ സ്പർശം അറിഞ്ഞതും അവൾ ഒന്ന് കണ്ണടച്ചുകൊണ്ട് കഴുത്തിൽ വെട്ടിച്ചു. അവൻ്റെ ആദരങ്ങൾ അതിൻ്റെ ഇണയെ നുകരാനായി അവൾക്കടുത്തേക്ക് പതിയെ നീങ്ങി. മുഖത്ത് തട്ടുന്ന നിശ്വാസങ്ങൾ അവൾക്കറിഞ്ഞു. അവൾ കണ്ണുകൾ അടച്ചു. അവൻ്റെ ചുണ്ടുകൾ ആ അടഞ്ഞ കണ്ണുകൾ പൊളിയാൻ പതിഞ്ഞു. മൃദുവായി, അത്രമേൽ പ്രണയത്തോടെ ആ മേകളിൽ നിന്നും ആദരങ്ങൾ പിൻവലിച്ചതും അവൾ പതിയെ മേകൾ തുറന്നു. എന്നിട്ടും ആ മേകൾ അടയുന്നത് പോലെ തോന്നി അവൾക്ക്. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ്റെ നോട്ടം ആ മേകളിൽ തങ്ങി നിന്നു. അവൾക്ക് നാണവും വന്നു. അവൻ ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി. സമ്മതത്തിന് എന്ന പോലെ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് അവൾ സമ്മതം അറിയിച്ചു. അവൻ അവളുടെ ആദരങ്ങൾ തൻ്റേതാൽ കോർത്തു. അവളുടെ വായിൽ ലഹരിയോടൊപ്പം ജീവിതത്തിലെ ആദ്യ ചുംബനത്തിൻ്റെ ലഹരിയിലായിരുന്നു. രുദ്രൻ അവളിൽ നിന്നും കുറുകലുകൾ ഉയർന്നു. അവൻ്റെ ആവേശം കൂടും വിധം ചുംബനം വന്യമായി. ഇരുവരും സ്വയം മറന്നു. അവൻ അവളുടെ ആദരങ്ങൾ മുഴുവനായി വായിലേക്ക് നുണയുമ്പോൾ നാവുകൾ കൊണ്ട് അവയെ തഴുകി. അവൻ പതിയെ അവളിൽ നിന്നും ചുണ്ടുകൾ വേർപെടുത്തി. അപ്പോഴും അവൾ കണ്ണുകൾ ഇറുകെ അടച്ചിരിക്കുകയാണ്.